ഈ ഒരു നൂലും സൂചിയും അധിക പേർക്കും പരിചയം ഉണ്ടാവും. പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടാവും. ഏറ്റവും ഫസ്റ്റ് ഈ നൂലിനെ കുറിച്ചും സൂചിനെ കുറിച്ചും അറിയാമെന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ നൂലും സൂചും പിടിക്കുക എന്നതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പഠിപ്പിച്ചു തരുന്നത്. ക്രോഷിറ്റ് നൂലാണ്, ത്രെഡ് എന്നാണ് ഇതിന് പറയാം. അപ്പോൾ ഈ ഒരു ക്രോഷിറ്റ് ത്രെഡുകൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ആ ഒരു ടൈപ്സാണ് ഈ ഒരു സ്ക്രീനിൽ കാണുന്നത്. നമ്മുടെ നാട്ടിൽ എല്ലാ നൂലുകളും അവൈലബിൾ അല്ല. വളരെ 3-4 ടൈപ്സ് മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ. അതിലുള്ളതാണ് ഈ ഒരു ഐറ്റംസ് എല്ലാം. ക്രോഷ്യോ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സൂചികളാണ് ഇതൊക്കെ ഞാൻ 10th മുതൽ യൂസ് ചെയ്യുന്ന കേട്ടോ. ഇതാണ് ഇപ്പോഴത്തെ കറൻറ്റ്ലി ഒരു 4 വർഷം മുന്നേ വാങ്ങിച്ചത് മാത്രമാണ്. ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. ഈ ഒരു ഇതിനെ കൊണ്ടാണ് ഞാൻ ചൂടിപ്പടം തുന്നൽ. സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന സൂചികളാണ് നമ്മൾ ക്രോഷ്യോന് യൂസ് ചെയ്യുന്നത്. നമ്പർ 14 ഞാൻ എടുത്തത്. നൂലെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതൊരു കെട്ടാനാണ്. ഊരാൻകുടുക്കൊക്കെ പണ്ട് പറയട്ടോ, ആ ഒരു കെട്ടാണ്. ഇതുപോലെ ഊരാൻകുടുക്കാറിന് ഈ ഒരു കെട്ടിയതിന് ശേഷം ഈ സൂചിൻ്റെ തല ഇങ്ങനെ ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടി ഇടാം. എന്നിട്ട് ഒരു വലിച്ചാൽ ഇതൊന്ന് ടൈറ്റ് ആവും. നമ്മൾ ഈ 2 വിരൽ കണ്ടില്ലേ, ഈ 2 വിരൽ ഈ ചെറിയ കുഞ്ഞ് നൂലുമ്മൽ വെക്കാം. ഇനി ഈ 2 വിരലിൻ്റെ ഇടയിലൂടെ ഇതിങ്ങനെ വെക്കുക. ഈ കെട്ടിൻ്റെ അവിടെ ഞാനിപ്പോൾ ചെറുതായിട്ട് പിടിച്ച് വെച്ച് 2 വിരൽ. ഞാനിത് ഇതിൻ്റെ ഈ തല ഇങ്ങനെ വെച്ച് കൊണ്ടുപോയിട്ട് ഒറ്റ റൗണ്ട് കേട്ടോ. പിന്നെ അവിടുന്ന് ഈ ഹോളിൻ്റെ സൈഡിലൂടെ ഇങ്ങെടുക്കുക. ഈ ഹോൾ ഇത്ര വലുപ്പം വെപ്പിക്കരുത്. എന്നിട്ട് നല്ല ടൈറ്റായിട്ട് ഇങ്ങ് വലിച്ചു പിടിക്കുകയും ചെയ്ത് ചെറുതായിട്ടൊരു ലൂസ് കൊടുക്കുക. ഈ ഹോള് നമ്മൾ തിരിച്ചിങ്ങനെ വരുമ്പം ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടി കൊണ്ടുവരാൻ പാകത്തിന്. അപ്പോൾ ശ്രദ്ധിച്ചോളി. ഒന്നും കൂടി ഇതിലൂടെ പോയി ഇങ്ങനെ തിരിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ കുളത്തുണ്ടല്ലോ അതിങ്ങനെ ഈ സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഉള്ളോട്ടേക്ക് എടുക്കുക. അപ്പോൾ 2 ഇതിന് ചെയിൻ സ്റ്റിച്ച് എന്നാണ് പറയുക. ഇത് നിങ്ങൾ ഫസ്റ്റ് തന്നെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ ചെയ്യുന്ന മാതിരി പെട്ടെന്ന് ചെയ്യാൻ പറ്റണമെന്നുണ്ടാവില്ല. ഒരു 3-4 പ്രാവശ്യമൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷേ ചിലവർക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഹോള് നല്ലോണം ടൈറ്റാക്കി പിടിക്കരുത് കേട്ടോ. അതാണ് നമ്മൾ ആദ്യം ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് ക്രോഷ്യോയിൽ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ച്. ഈ സ്റ്റിച്ച് ചെയ്താൽ മാത്രമേ ബാക്കി എല്ലാ സ്റ്റിച്ചസും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ചെയിൻ സ്റ്റിച്ച് എന്നാണ് ഇതിന് പറയാം.